ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഇംഗ്ലീഷ് മെയിൻ പേപ്പറായ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. ഈ മൂന്നാമത്തെ മൊഡ്യൂളിലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അഫർമേറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് വൈസ് വേഴ്സ എന്ന ടോപ്പിക്കാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഫർമേറ്റീവ് സെൻറ്റൻസുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസുകളെയാണ്. ഇത്തരം പോസിറ്റീവ് സെൻറ്റൻസുകളെ നമ്മൾ നെഗറ്റീവാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ വൈസ് വേഴ്സ, തിരിച്ച് നെഗറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെ അഫർമേറ്റീവ് ആക്കാമെന്നും പോസിറ്റീവ് ആക്കാമെന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ ചെയ്യുന്നത് മീനിങ്ങിൽ വ്യത്യാസങ്ങളൊന്നും വരാതെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ്. We can change affirmative sentences to negative sentences without changing the meaning of the original sentence. നമ്മളിനി പറയാൻ പോകുന്ന വഴികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അഫർമേറ്റീവ് സെൻറ്റൻസുകളെ നെഗറ്റീവ് സെൻറ്റൻസുകളാക്കി മാറ്റാൻ പറ്റും. വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ഓഫ് ദ ഒറിജിനൽ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ യഥാർത്ഥ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ യാതൊരു മാറ്റം വരാതെ, എന്നാൽ ആ സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവാക്കി മാറ്റുന്നു. ആ നെഗറ്റീവാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവാക്കി മാറ്റാനും നമുക്കറിയാൻ പറ്റും. തിരിച്ചിങ്ങോട്ട് എഴുതിയാൽ അത് പോസിറ്റീവായി മാറുകയും ചെയ്യും. അപ്പം നമ്മൾ കൃത്യമായി പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ അഫർമേറ്റീവ് സെൻറ്റൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ നെഗറ്റീവ് ആക്കുന്നു എന്ന് പഠിക്കും. നമുക്ക് ഓരോ കേസുകളായിട്ട് ഉദാഹരണ സഹിതം പഠിക്കാം. സോ വൺസ് അഗെയിൻ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഫസ്റ്റ് പോയിന്റ്, ഇഫ് ദർ ഈസ് ആൾവേസ് ഇൻ ആൻ അഫർമേറ്റീവ് സെൻറ്റൻസ്. ഒന്നാമത്തെ കേസിലായിട്ട് പറയുന്നത്, ഒരു അഫർമേറ്റീവ് സെൻറ്റൻസിനകത്ത് ആൾവേസ് എന്ന പ്രയോഗമുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഹി വാസ് ആൾവേസ് പങ്ക്ച്വൽ. അവൻ എപ്പോഴും പങ്ക്ച്വലാണ്, അല്ലേ, സ്ഥിരമായി വരുന്ന ആളാണ്. ആൾവേസ് എന്ന് നിങ്ങൾക്ക് കാണാം ആ സെൻറ്റൻസിനകത്ത്. നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? നെവർ വിൽ ബി യൂസ്ഡ് ഫോർ എവർ ആൾവേസ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസ് ആൻഡ് വെർബ് ഓർ അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ് വിൽ ബി ഓപ്പോസിറ്റ് മീനിങ്. എന്താണ് ഇവിടെ പറഞ്ഞത്? നെവർ എന്ന പ്രയോഗമാണ് ഇത്തരത്തിൽ എവർ എന്നോ ആൾവേസ് എന്നോ സെൻറ്റൻസിനകത്ത് വന്നാൽ നെഗറ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ വെർബിൻ്റെയോ അഡ്ജക്റ്റീവിൻ്റെയോ ആഡ്വർബിൻ്റെയോ ഓപ്പോസിറ്റ് വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഹി വാസ് ആൾവേസ് പങ്ക്ച്വൽ എന്ന് പറയുന്ന സെൻറ്റൻസിനകത്ത് ആൾവേസ് ഉണ്ട്. നമ്മൾ നെഗറ്റീവ് ആക്കേണ്ടത് നെവർ എന്ന പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നീടുള്ള വെർബാണോ അഡ്ജക്റ്റീവാണോ ആഡ്വർബാണോ ഏതാണോ വരുന്നതനുസരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റും ഉപയോഗിക്കുക. അപ്പം നമുക്ക് എങ്ങനെ ഓപ്പോസിറ്റ് ആക്കി മാറ്റാം? ഹി വാസ് നെവർ ലേറ്റ്. ഹി വാസ് ആൾവേസ് പങ്ക്ച്വൽ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഹി വാസ് നെവർ ലേറ്റ്. നെവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, പങ്ക്ച്വലിൻ്റെ ഓപ്പോസിറ്റായ ലേറ്റ് എന്നും ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഹി വാസ് ആൾവേസ് പങ്ക്ച്വൽ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പങ്ക്ച്വലാണ്. ഹി വാസ് നെവർ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലേറ്റ് ആവാറില്ല. രണ്ടും ഒരേ അർത്ഥമാണ്, അല്ലേ? എന്നാൽ സെൻറ്റൻസിൽ എന്തായി? നെവർ എന്ന് പറഞ്ഞ നെഗറ്റീവ് പ്രയോഗം വന്നു. സെൻറ്റൻസിൽ അർത്ഥം ഒന്നും മാറാതെ തന്നെ ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവായി. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്. ആൾവേസ് എന്ന് വരുന്ന സമയത്ത് നെവർ എന്നുപയോഗിച്ച് ഓപ്പോസിറ്റ് വേർഡ് എഴുതി സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുക. അടുത്ത കേസ് നോക്കാം. ടു പ്ലസ് അഡ്ജക്റ്റീവ് ടു. ഇനി അഫർമേറ്റീവ് സെൻറ്റൻസിനകത്ത് ടു TOO പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ടു ഇത്തരത്തിലുള്ള പ്രയോഗമാണ് വരുന്നത് എങ്കിലോ? സെൻറ്റൻസ് നോക്കാം. ദ കോഫി ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. കോഫി വളരെ ചൂടാണെന്നാണ് പറയുന്നത്, അല്ലേ? കുടിക്കാൻ കഴിയാത്ത വിധം ചൂടാണ്. ദ കോഫി ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടു ഹോട്ട് ടു എന്ന് പറയുന്ന പ്രയോഗത്തിൽ ടു എന്ന പ്രയോഗമുണ്ട്, പ്ലസ് ഹോട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്, ടു ഡ്രിങ്ക്. ഇത്തരത്തിലുള്ള അഫർമേറ്റീവ് സെൻറ്റൻസുകളാണ് വരുന്നതെങ്കിൽ എങ്ങനെ അർത്ഥം മാറാതെ നെഗറ്റീവ് ആക്കാം? ഇങ്ങനെയാണ്. സോ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ദാറ്റ്, കനോട്ട് ഓർ കുഡ് നോട്ട്. നമ്മളതിനെ നെഗറ്റീവ് ആക്കേണ്ടത് ഇങ്ങനെയാണ്. സോ എന്ന് ചേർക്കണം, അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്, കാരണം സെൻറ്റൻസിനകത്തൊരു അഡ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ. പ്ലസ് ദാറ്റ്, പിന്നീട് നമ്മൾ ബാക്കിയുള്ള സെൻറ്റൻസിൻ്റെ ഭാഗം എഴുതും, പിന്നീട് കനോട്ട് ഓർ കുഡ് നോട്ട് ഉപയോഗിക്കും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഐ കനോട്ട് ഡ്രിങ്ക്.
ഇങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഐ കനോട്ട് ഡ്രിങ്ക്. എങ്ങനെയായിരുന്നു അഫർമേറ്റീവ്? ദ കോഫി ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക് എന്ന് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ദ കോഫി അതുപോലെ തന്നെ സബ്ജക്റ്റ് എഴുതുന്നു, എന്നിട്ട് ഈസ് സോ എന്ന പ്രയോഗം പ്ലസ് ഹോട്ട്, ഹോട്ടാണല്ലോ നമ്മുടെ അഡ്ജക്റ്റീവ്, സോ ഹോട്ട്. ദാറ്റ് എന്ന പ്രയോഗം ഉപയോഗിക്കുക. ഐ ഉപയോഗിക്കുക. ഐ കനോട്ട് ഡ്രിങ്ക്. ഐ കനോട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞ് കനോട്ടോ കുഡ് നോട്ടോ കൃത്യമായി ഉപയോഗിക്കുക. സോ ഇതാണ് ടു അഡ്ജക്റ്റീവ് ടു എന്ന് പറയുന്ന പ്രയോഗങ്ങളെ നെഗറ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്ന രീതി. സോ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ദാറ്റ്. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഐ കനോട്ട് ഡ്രിങ്ക്. കൃത്യമായി മീനിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മാറ്റം വന്നിട്ടില്ല. കോഫി ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ പറ്റാത്ത വിധം ചൂടുണ്ട് അല്ലേ. ദ കോഫി ഈസ് സോ ഹോട്ട് ദാറ്റ് ഐ കനോട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്, അതായത് കുടിക്കാൻ പറ്റാത്ത വിധം ചൂടാണ്. പക്ഷേ ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണാം കനോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് ഫോം ഉണ്ട് രണ്ടാമത്തെ സെൻറ്റൻസിനകത്ത്. ആദ്യത്തെ ഒരു പോസിറ്റീവും രണ്ടാമത്തെ ഒരു നെഗറ്റീവും, അർത്ഥത്തിൽ ഒരു മാറ്റവും ഇല്ലാത്ത രണ്ട് സെൻറ്റൻസുകൾ. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ആസ് എന്ന പ്രയോഗമാണ് സെൻറ്റൻസിനകത്ത് വരുന്നതെങ്കിൽ, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ആസ് ടാൾ ആസ് ബിഗ് ആസ് ലാർജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആസ് എന്ന് പറയുന്ന പ്രയോഗങ്ങൾ വരാറുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ഒരു പ്രയോഗമാണ് വരുന്നതെങ്കിൽ എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ആസ് ടാൾ ആസ് ഹെർ സിസ്റ്റർ. തൻ്റെ സിസ്റ്ററിൻ്റെ അത്രത്തോളം ടാളാണ് അവൾ. ഷീ ഈസ് ആസ് ടാൾ ആസ് ഹെർ സിസ്റ്റർ. എങ്ങനെ മാറ്റാം? നോട്ട് ലെസ് ദാൻ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കാറുള്ളത്. നോട്ട് ലെസ് എന്ന് ഉപയോഗിച്ചതിന് ശേഷം എന്താണോ കാര്യം അത് അതുപോലെ പറഞ്ഞതിന് ശേഷം ദാൻ ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് നോട്ട് ലെസ് ടാൾ ദാൻ ഹെർ സിസ്റ്റർ. നോട്ട് ലെസ് എന്ന പ്രയോഗം ദാൻ. ഷീ ഈസ് നോട്ട് ലെസ് ടാൾ ദാൻ ഹെർ സിസ്റ്റർ. എസ് എന്ന പ്രയോഗമാണ് അഫർമേറ്റീവിലുള്ളതെങ്കിൽ നോട്ട് ലെസ് ദാൻ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുക. ഷീ ഈസ് നോട്ട് ലെസ് ടാൾ ദാൻ ഹെർ സിസ്റ്റർ. അവൾ സിസ്റ്ററിനേക്കാൾ ചെറുതല്ല അല്ലേ. അതുപോലെ തന്നെയാണെന്നാണ്, സെയിം മീനിങ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഷീ ഈസ് ആസ് ടാൾ ആസ് ഹെർ സിസ്റ്റർ എന്ന പ്രയോഗം ഷീ ഈസ് നോട്ട് ലെസ് ടാൾ ദാൻ ഹെർ സിസ്റ്റർ എന്നാക്കി മാറ്റാം. ഇവിടെ എന്തായി? നോട്ട് എന്ന് ഉപയോഗിച്ചോടുകൂടി നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറി. ഇനി നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. ഓക്സിലറി വെർബ് പ്ലസ് എ വെർബ് ഓർ അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ്. ഒരു ഓക്സിലറി വെർബും കൂടെ ഒരു മെയിൻ വെർബോ അതല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവോ ഒരു ആഡ്വർബോ വരുന്ന കേസുകളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഐ ഷാൾ റിമെമ്പർ യു ഒരു സെൻറ്റൻസ് ആണ്, ക്ലിയർ കട്ട് സെൻറ്റൻസ് ആണ്. ഐ ഷാൾ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, റിമെമ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് കൃത്യമായിട്ട് കാണാം. റിമെമ്പർ ഓർക്കുക എന്നാണ്. സോ ഇവിടെ ഇറ്റ്സ് എ വെർബ് അല്ലേ. റിമെമ്പർ യു. ഐ ഷാൾ റിമെമ്പർ യു. എങ്ങനെ നമുക്കിതിനെ നെഗറ്റീവ് ആക്കാം? ആഡ് നോട്ട് ആഫ്റ്റർ ദ ഓക്സിലറി വെർബ് ആൻഡ് യൂസ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വെർബ്, അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഓക്സിലറി വരുന്ന ഇത്തരം വാക്കുകളെ ഓക്സിലറിക്ക് ശേഷം ഒരു നോട്ട് ഉപയോഗിക്കുക. എന്നിട്ടോ പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് വെർബാണോ അഡ്ജക്റ്റീവാണോ ആഡ്വർബാണോ ഏതാണെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ഉപയോഗിക്കുക. അതായത് ഐ ഷാൾ റിമെമ്പർ യു എന്നുള്ളത് എങ്ങനെ മാറ്റാം? ഐ ഷാൾ നോട്ട് ഫോർഗെറ്റ് യു. ഞാൻ നിന്നെ ഓർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ മറക്കില്ല എന്നാക്കി മാറ്റും. ഐ ഷാൾ നോട്ട് ഫോർഗെറ്റ് യു. ഷാൾ എന്ന ഓക്സിലറിക്ക് ശേഷം കൃത്യമായ നോട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം റിമെമ്പർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഫോർഗെറ്റ് എന്നും ഉപയോഗിച്ചിരിക്കുന്നു. കൃത്യമായി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഓക്സിലറിക്ക് ശേഷം നോട്ട് ഉപയോഗിച്ച് പിന്നീട് വരുന്ന വെർബാണോ അഡ്ജക്റ്റീവാണോ ആഡ്വർബാണോ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. അപ്പോൾ കൃത്യമായ സെൻറ്റൻസ് നെഗറ്റീവ് ആകും വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ മീനിങ്. ഇനി ഇഫ് ദർ ഈസ് നോ ഓക്സിലറി വെർബ്, സെൻറ്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഹി റിമെമ്പേർഡ് ദ ഡേറ്റ്. ഹി റിമെമ്പേർഡ് ദ ഡേറ്റ് എന്ന് പറയുന്നതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബായ റിമെമ്പേർഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കേസുകൾ സാധാരണ നമ്മൾ പറഞ്ഞു ഓക്സിലറി ഉണ്ടെങ്കിൽ ഓക്സിലറിക്ക് ശേഷം നോട്ട് ഉപയോഗിച്ച് പിന്നെ പോസിറ്റീവ് വേർഡ് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ എന്തില്ല? ഹി റിമെമ്പേർഡ് ദ ഡേറ്റ് എന്ന് പറയുന്നിടത്ത് ഓക്സിലറി വെർബ് ഇല്ല. എന്ത് ചെയ്യും? ടു ഡു വെർബ് വിൽ ബി യൂസ്ഡ് ആസ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് വിൽ ബി ആഡഡ് ആൻഡ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വെർബ് വിൽ യൂസ്ഡ് ദർ. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഓക്സിലറി ഇല്ല, അതുകൊണ്ട് തന്നെ ടെൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തെ ഓക്സിലറിയെ പുറത്തേക്ക് എടുക്കുക.
ടു ഡു വെർബ് അല്ലേ, ടു ഡു വെർബായിട്ടുള്ള ഡു, ഡസ്, ഡിഡ് ഇതിലേത് പ്രയോഗമാണോ അതിനകത്തുള്ളത് അത് പുറത്തേക്ക് എടുക്കുക. എന്നിട്ടോ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഓക്സിലറി പുറത്തേക്ക് എടുത്ത് അതിനുശേഷം നോട്ട് എന്ന് എഴുതുക. നോട്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എഴുതുക. ടെൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല. അത് നമുക്കറിയാം, കൃത്യമായ വെർബിൽ നിന്ന് നമ്മൾ ഇത്തരത്തിൽ ടു ഡു ഫോമിന് എടുക്കുമ്പോൾ, ഡു, ഡസ്, ഡിഡ് എടുക്കുമ്പോൾ ടെൻസ് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഹി റിമെമ്പേർഡ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് ഏത് ടെൻസാണ്? കൃത്യമായി ശ്രദ്ധിച്ചാൽ അറിയാം, റിമെമ്പേർഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസിലാണ്. സോ അതിനകത്ത് നിന്ന് എടുക്കാവുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഡിഡ് ആണ് അല്ലേ. റിമെമ്പേർഡ് എന്ന വാക്കിൽ പാസ്റ്റ് ഫോമാണ്. സോ ഡിഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ മാറ്റാം? ഹി ഡിഡ്. ഡിഡിന് ശേഷം എന്ത് ഉപയോഗിക്കുക? നോട്ട് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുകയാണല്ലോ. സോ നോട്ട്, ഹി ഡിഡ് നോട്ട്. ഇനി റിമെമ്പേർഡ് എന്ന വാക്കിൻ്റെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് വേർഡ് എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിമെമ്പർ എന്ന വാക്കിൻ്റെത് ഫോർഗെറ്റ്. ഇനി ഫോർഗോട്ട് എന്ന് പറയണ്ട, കാരണം നമ്മൾ ഡിഡ് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഓക്സിലറിയെ. സോ അതുള്ളത് കൊണ്ട് ഫോർഗെറ്റ് എന്ന് മതി, ദ ഡേറ്റ്. സോ ഹി ഡിഡ് നോട്ട് ഫോർഗെറ്റ് ദ ഡേറ്റ്. എന്തായി? ഹി റിമെമ്പേർഡ് ദ ഡേറ്റ്, അവൻ ഡേറ്റ് ഓർത്തു എന്നുള്ളത് ഹി ഡിഡ് നോട്ട് ഫോർഗെറ്റ് ദ ഡേറ്റ്, അവൻ ഡേറ്റ് മറന്നില്ല എന്നാക്കി മാറ്റി. സെയിം മീനിങ് തന്നെ, അവൻ ഡേറ്റ് ഓർത്തു, അവൻ ഡേറ്റ് മറന്നില്ല. നോട്ട് ഉപയോഗിച്ച് സെൻറ്റൻസിനെ കൃത്യമായിട്ട് നെഗറ്റീവാക്കി മാറ്റി. എന്നാലോ അർത്ഥത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഇത് ഇംഗ്ലീഷിൻ്റെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഇത്തരത്തിൽ ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾക്കിത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു മാറ്റം ആവശ്യമുണ്ടോ, ഇത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ സെൻറ്റൻസിൻ്റെ ഭംഗിക്ക് ഉപയോഗിക്കാവുന്ന രീതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൃത്യമായ ഒരു ഇംഗ്ലീഷ് വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള എല്ലാ വെറൈറ്റി രൂപങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ വളരെ കൃത്യമായി ഇംഗ്ലീഷ് എഴുതാനും വായിച്ച് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ഫോം നോക്കാം. നെക്സ്റ്റ് വൺ, മസ്റ്റ് പ്ലസ് വെർബ്. സെൻറ്റൻസിനകത്ത് മസ്റ്റ് എന്ന പ്രയോഗവും പിന്നീട് ഒരു വെർബുമാണ് വരുന്നതെങ്കിൽ വി മസ്റ്റ് സ്റ്റഡി വെൽ, നമ്മൾ എന്തായാലും നന്നായി പഠിക്കണം. വി മസ്റ്റ് സ്റ്റഡി വെൽ എങ്ങനെ മാറ്റും? ഇത്തരം മസ്റ്റ് പ്ലസ് വെർബ് വരുന്ന സെൻറ്റൻസുകളെ കനോട്ട് ബട്ട് പ്ലസ് വെർബ്, അല്ലെങ്കിൽ കനോട്ട് ഹെൽപ്പ് പ്ലസ് വെർബ് ഇൻ ദ ING ഫോം. ഇത്തരത്തിൽ മസ്റ്റ് പ്ലസ് വെർബ് രീതിയിൽ വരുന്ന സെൻറ്റൻസുകളെ നമുക്ക് രണ്ട് രീതിയിൽ നെഗറ്റീവാക്കി മാറ്റാം വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. എങ്ങനെയാണ്? ഒന്ന്, കനോട്ട് ബട്ട് പ്ലസ് വെർബ്. കനോട്ട് ബട്ട് എന്ന് പറഞ്ഞ് വെർബ് അതുപോലെ എഴുതുക. അല്ലെങ്കിൽ കനോട്ട് ഹെൽപ്പ് എന്ന് എഴുതി വെർബ് ING ഫോമിൽ എഴുതുക. നമുക്ക് നോക്കാം. വി മസ്റ്റ് സ്റ്റഡി വെൽ എന്നുള്ളതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? വി കനോട്ട് ബട്ട് സ്റ്റഡി വെൽ. വി കനോട്ട് ബട്ട് സ്റ്റഡി വെൽ. ഇനി അടുത്തൊരു പ്രയോഗം, വി കനോട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് വെൽ. വി കനോട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് വെൽ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇനിയും മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരമൊരു സെൻറ്റൻസ് നിങ്ങൾ കാണുമ്പോൾ വി കനോട്ട് ബട്ട് സ്റ്റഡി വെൽ എന്നോ വി കനോട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് വെൽ എന്നോ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അർത്ഥം അറിയാതെ ബുദ്ധിമുട്ടും. എന്നാൽ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം എന്തുമാത്രമാണ്? വി മസ്റ്റ് സ്റ്റഡി വെൽ എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നന്നായി പഠിക്കണം എന്ന് തന്നെയാണ്. വി കനോട്ട് ബട്ട് സ്റ്റഡി വെൽ, നമുക്ക് പഠിക്കില്ലാതെ വേറെ വഴിയില്ല എന്നാണ് പറയുന്നത് അല്ലേ. നന്നായി പഠിക്കുന്നേ വേണം. വി കനോട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് വെൽ, നന്നായി പഠിക്കില്ലാതെ വേറെ വഴിയില്ല. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, നന്നായി പഠിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. സോ ഇത്തരത്തിൽ മസ്റ്റ് പ്ലസ് വെർബ് വരുന്ന സെൻറ്റൻസുകളെ, വി മസ്റ്റ് സ്റ്റഡി വെൽ എന്ന് പറഞ്ഞ സെൻറ്റൻസിനെ ഒന്നെങ്കിൽ കനോട്ട് ബട്ട് പ്ലസ് വെർബോ അല്ലെങ്കിൽ കനോട്ട് ഹെൽപ്പ് പ്ലസ് വെർബ് ഇൻ ദ ING ഫോമോ ഉപയോഗിക്കാം. വി കനോട്ട് ബട്ട് സ്റ്റഡി വെൽ ഓർ വി കനോട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് വെൽ. ഇനി നമുക്ക് അടുത്ത രീതിയെക്കുറിച്ച് നോക്കാം. എവരി പ്ലസ് നൗൺ ഓർ ബഡി ഓർ വൺ പ്ലസ് വെർബ്. എവരി എന്ന പ്രയോഗം കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾ, അതായത് ഒന്നെങ്കിൽ എവരി വെച്ചിട്ട് ഒരു നൗൺ ആവാം, എവരി മാൻ, എവരി ഗേൾ, എവരി പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ പ്രയോഗം. അല്ലെങ്കിൽ എവരിബഡി എന്ന് പറയുന്ന എവരിബഡി എന്ന പ്രയോഗമാവാം. അല്ലെങ്കിൽ എവരി വൺ എന്ന് പറഞ്ഞ പ്രയോഗത്തിൽ തുടങ്ങുന്നതാവാം. ഇത്തരത്തിൽ എവരി എന്ന വാക്ക് ഉപയോഗിച്ച് വരുന്ന ഇത്തരത്തിൽ നൗണോർ അല്ലെങ്കിൽ എവരിബഡി അല്ലെങ്കിൽ എവരി വൺ പ്ലസ് വെർബ്, ഇത്തരത്തിലുള്ളൊരു പ്രയോഗവും വെർബും കൂടി ചേർന്നൊരു സെൻറ്റൻസ് വന്നാൽ എങ്ങനെ മാറ്റും? സെൻറ്റൻസിന് എക്സാമ്പിൾ നോക്കാം. എവരിബഡി ഹേറ്റ്സ് എ ക്രിമിനൽ. എല്ലാവരും ഒരു ക്രിമിനലിനെ വെറുക്കുന്നു.
കൃത്യമായിട്ട് കാണാം. എവ്രിബഡി ഹേറ്റ്സ് എ ക്രിമിനൽ. എവ്രിബഡി എന്ന പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എവ്രിബഡി പ്ലസ് ഹേറ്റ്സ് എന്ന വെർബ്. എങ്ങനെ മാറ്റും? ഇങ്ങനെയാണ്. ദർ ഈസ് നോ പ്ലസ് നൗണോ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച എവ്രിബഡിയിലെ ബഡിയോ, അല്ലെങ്കിൽ വൺ പ്ലസ് ബട്ട് പ്ലസ് വെർബ്. ദർ ഈസ് നോ എന്ന് പറഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ ഏത് പ്രയോഗമാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ നൗൺ ആണെങ്കിൽ നൗൺ, എവ്രിബഡി എന്നതിലെ ബഡി ആണെങ്കിൽ അതല്ലെങ്കിൽ വൺ പ്ലസ് ബട്ട് എന്ന പ്രയോഗം പ്ലസ് വെർബ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച വെർബ്. എങ്ങനെ എഴുതാം? എവ്രിബഡി ഹേറ്റ്സ് എ ക്രിമിനൽ എന്നുള്ളത് എങ്ങനെ മാറ്റാം നമുക്ക്? ദർ ഈസ് നോ ബഡി ബട്ട് ഹേറ്റ്സ് എ ക്രിമിനൽ. ദർ ഈസ് നോ ബഡി. ദർ ഈസ് നോ എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. ദർ ഈസ് നോ അല്ലേ? ദർ ഈസ് നോ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവ്രിബഡി എന്നായതുകൊണ്ട് നോ ബഡി. ദർ ഈസ് നോ ബഡി. പിന്നെന്ത് ഉപയോഗിക്കണം? ബട്ട് എന്ന് ഉപയോഗിക്കണം. ബട്ട് വീണ്ടും പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച വെർബ് തന്നെ, ഹേറ്റ്സ് എ ക്രിമിനൽ. ദർ ഈസ് നോ ബഡി ബട്ട് ഹേറ്റ്സ് എ ക്രിമിനൽ. ഒരു ക്രിമിനലിനെ വെറുക്കാത്തതായി ആരുമില്ല എന്നാണ്. എവ്രിബഡി ഹേറ്റ്സ് എ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ക്രിമിനലിനോട് വെറുപ്പാണെന്നും, ദർ ഈസ് നോ ബഡി ബട്ട് ഹേറ്റ്സ് എ ക്രിമിനൽ, ഒരു ക്രിമിനലിനെ വെറുക്കാത്തവരായി ആരുമില്ല എന്നുമാണ്. കുറച്ച് വളഞ്ഞു കെട്ടി പറയുന്നതാണ്, എന്നാൽ അതൊരു ഭംഗിയുള്ള പ്രയോഗമാണ് എന്നുള്ളതാണ് നമ്മളിത് പഠിക്കുന്നതിൻ്റെ ആവശ്യകത. നമ്മളിവിടെ എവ്രിബഡി എന്ന പ്രയോഗമാണ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നോ ബഡി എന്നായി മാറിയത് അല്ലേ? എവ്രിബഡി എന്ന് തുടങ്ങുന്നതുകൊണ്ട് ദർ ഈസ് നോ ബഡി എന്ന പ്രയോഗം വെച്ചു. അതല്ല എവ്രി പേഴ്സൺ എന്നായിരുന്നെങ്കിലോ ദർ ഈസ് നോ പേഴ്സൺ. എവ്രി വൺ എന്നായിരുന്നെങ്കിലോ ദർ ഈസ് നോ വൺ എന്ന് പറഞ്ഞ പ്രയോഗമായി മാറും. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു ഏതാണോ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നർത്ഥം. നെക്സ്റ്റ് വൺ, ആസ് സൂൺ ആസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇൻ ദ പാസ്റ്റ് ഫോം. ഇനി അടുത്തൊരു പ്രയോഗം ആസ് സൂൺ ആസ് എന്ന പ്രയോഗമാണെന്ന് വിചാരിക്കുക. പ്ലസ് സബ്ജക്റ്റ്, പിന്നീട് വരുന്ന ഒരു സബ്ജക്റ്റ്, പിന്നീട് വരുന്നത് ഒരു വെർബ്, അത് പാസ്റ്റ് ഫോമിലുള്ള ഒരു വെർബാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണെന്ന് നോക്കാം സെൻറ്റൻസ്. ആസ് സൂൺ ആസ് ദ ബെൽ റാങ് ദ ക്ലാസ് സ്റ്റാർട്ടഡ്. ബെല്ലടിച്ച ഉടനെ തന്നെ ക്ലാസ് ആരംഭിച്ചു അല്ലേ? ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആസ് സൂൺ ആസ് ദ ബെൽ റാങ്, ബെല്ലടിച്ച ഉടനെ തന്നെ ദ ക്ലാസ് സ്റ്റാർട്ടഡ് അല്ലേ? ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞ പ്രയോഗം കൃത്യമായിട്ട് ആദ്യം കാണാം. പിന്നീടോ ദ ബെൽ, എന്താണ് സബ്ജക്റ്റ്? ദ ബെല്ലാണ്. പിന്നീട് വരുന്നത് എന്താണ്? റാങ് അല്ലേ? ബെല്ലടിച്ചു. വെർബ് പാസ്റ്റ് ഫോമിലാണ്. റിങ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള റാങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസ് സൂൺ ആസ് ദ ബെൽ റാങ് ദ ക്ലാസ് സ്റ്റാർട്ടഡ്. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ നെഗറ്റീവ് ആക്കാം? ആസ് സൂൺ ആസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് മാറ്റേണ്ടത്. നോ സൂണർ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ഇൻ ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്ലസ് ദാൻ. അതായത് ആസ് സൂൺ ആസ് എന്ന് വരുമ്പോൾ നോ സൂണർ ഹാഡ്, പിന്നീട് നമ്മൾ സബ്ജക്റ്റ് അതുപോലെ എഴുതുന്നു, വെർബ് നെയിം എഴുതുന്നു. എന്നാൽ വെർബ് ഇവിടെ പാസ്റ്റ് ഫോമിലുള്ള വെർബ് എന്തായി മാറും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായി മാറും. പ്ലസ് ദാൻ. നോ സൂണറിൻ്റെ കൂടെ ദാനും അവസാനത്തിൽ കൃത്യമായി ഉപയോഗിക്കണം. അപ്പോൾ എങ്ങനെ മാറും നോക്കാം. നോ സൂണർ ഡിഡ് ദ ബെൽ റാങ് ദാൻ ദ ക്ലാസ് സ്റ്റാർട്ടഡ്. നോ സൂണറിൻ്റെ കൂടെ ദാനാന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ നോ സൂണർ ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോമാണ്. ഇവിടെ ഡിഡ് എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? കൃത്യമായി നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ആണ് മനസ്സിലാക്കേണ്ടത്. നോ സൂണർ ഡിഡ് ദ ബെൽ റാങ്, ബെല്ല് അടിച്ച ഉടനെ തന്നെ ദാൻ ദ ക്ലാസ് സ്റ്റാർട്ടഡ്, ക്ലാസ് ആരംഭിച്ചു എന്നാണ് അല്ലേ? രണ്ടിനും ഒരേ അർത്ഥമാണ്. ആസ് സൂൺ ആസ് ദ ബെൽ റാങ്, ബെല്ലടിച്ച ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നതും, നോ സൂണർ ഡിഡ് ദ ബെൽ റാങ്, ബെല്ലടിച്ച അധികം വൈകാതെ ദാൻ ദ ക്ലാസ് സ്റ്റാർട്ടഡ്, ക്ലാസ് ആരംഭിച്ചു എന്ന് പറഞ്ഞ് രണ്ടും സെയിം തന്നെയാണ്. അങ്ങനെ ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞ പ്രയോഗം നോ സൂണർ ഡിഡ് പാസ്റ്റ് ഫോം ഉപയോഗിക്കുക, പ്ലസ് സബ്ജക്റ്റ് പറഞ്ഞ് പിന്നെ കൃത്യമായി നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ് ഇവിടെ ബെൽ എന്നാണ്, ശേഷം റാങ് എന്നാണ് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? റാങ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഇവിടെ ദാൻ എന്നാണ് കൃത്യമായി അതിന് ശേഷം വെച്ചിരിക്കുന്നത്, ദാൻ. സോ നോ സൂണർ ദാൻ എന്ന പ്രയോഗമാണ്. ആസ് സൂൺ ആസ് എന്നുള്ളതിനെ നോ സൂണർ ദാൻ എന്ന പ്രയോഗം വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവാക്കി മാറ്റുന്നത്. കൃത്യമായി നോ എന്ന് വന്നതോടുകൂടി നിങ്ങൾക്കറിയാം നെഗറ്റീവ് സെൻറ്റൻസ് ആയി അല്ലേ? പക്ഷേ അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല, സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് തോന്നിക്കുന്നേ ഉള്ളൂ. ഇത്തരത്തിൽ ആസ് സൂൺ ആസ് എന്ന പ്രയോഗവും നോ സൂണർ ദാൻ എന്ന് പറയുന്ന പ്രയോഗങ്ങളൊക്കെ നമ്മൾ ധാരാളം സെൻറ്റൻസുകളിൽ കാണുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം അറിയേണ്ടത് നിർബന്ധവുമാണ്. അടുത്തത് നോക്കാം. ഒൺലി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. സെൻറ്റൻസ് ഒൺലി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഒൺലി പ്ലസ് സബ്ജക്റ്റ്, പിന്നീടാണ് സബ്ജക്റ്റ് വരുന്നത്, പ്ലസ് വെർബ്, പിന്നീടാണ് വെർബ് വരുന്നത് എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ നോക്കാം. ഓൺലി ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഓൺലി ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, ക്യാൻ സോൾവ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്.
ഓൺലി ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അവന് മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓൺലി ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം, അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവാക്കി മാറ്റുന്നത് നോക്കാം. ഓൺലി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് വരുന്ന രീതിയെ നമ്മളിങ്ങനെ മാറ്റും. നൺ ബട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. വളരെ സിമ്പിളാണ്. ഓൺലി വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളെ നൺ ബട്ട് എന്ന് പറഞ്ഞ പ്രയോഗം കൊണ്ട് നെഗറ്റീവാക്കാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ, സബ്ജക്റ്റും വെർബും അതുപോലെ ഉപയോഗിക്കുക. നൺ ബട്ട് ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അവന് മാത്രമേ, നൺ ബട്ട് വേറെ ആരുമല്ല, അവന് മാത്രം, ക്യാൻ സോൾവ് ദ പ്രോബ്ലം, അല്ലേ? വേറെ ആർക്കുമല്ല, അവന് മാത്രമേ അത് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ കൃത്യമായി ഓൺലി വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളെ നൺ ബട്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ക്ലിയറായി സിമ്പിളായി നെഗറ്റീവാക്കാം. ബാക്കി സബ്ജക്റ്റും വെർബൊക്കെ അതുപോലെ തന്നെ ഉപയോഗിക്കാം, ഒരു മാറ്റവും ഇല്ലാതെ. നൺ ബട്ട്, ഓൺലി ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം, നൺ ബട്ട് ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ആ നെഗറ്റീവ് സെൻറ്റൻസിലേക്കാണ്. നൺ ബട്ട് ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം എന്ന് നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ കൃത്യമായി അർത്ഥം മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ടുക. അപ്പോൾ അതാണ് ഇവിടെ കൃത്യമായി നമ്മൾ പഠിക്കുന്നത്. നൺ ബട്ട് ഹീ ക്യാൻ സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവനല്ലാതെ വേറെ ആർക്കും അത് സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് ചിന്തിച്ച് കളയും. അല്ല, സംഭവം ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലും അതൊരു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു രീതിയാണ്, അല്ലേ? നൺ ബട്ട് ഹീ ക്യാൻ, അവന് മാത്രമേ സാധിക്കുകയുള്ളൂ, സാധിക്കുകയില്ല എന്നല്ല. നമ്മൾ നൺ എന്ന് കാണുമ്പോൾ സാധിക്കില്ലേ എന്ന രീതിയിൽ നമുക്ക് സംശയം വരാം. അല്ല, അവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നൺ ബട്ട് ഹീ എന്ന പ്രയോഗം കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതുപോലുള്ള സെയിം സാഹചര്യത്തെ മറ്റൊരു രീതിയിലും നമുക്ക് നെഗറ്റീവ് ആക്കാൻ സാധിക്കും. അതുകൂടെ നോക്കാം. ഇതുപോലെ ഓൺലി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറയുന്ന രീതിയെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ മാറ്റാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓൺലി എ ന്യൂ വാക്സിൻ ക്യാൻ സേവ് അസ് ഫ്രം ദ പാൻഡമിക്. ഓൺലി എ ന്യൂ വാക്സിൻ, ഇവിടെ ഓൺലി എന്ന് കുറഞ്ഞ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നു. അതുപോലെ എ ന്യൂ വാക്സിൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, ക്യാൻ സേവ് എന്ന് പറയുന്ന വെർബ്. കൃത്യമായി ഓൺലി എ ന്യൂ വാക്സിൻ ക്യാൻ സേവ് അസ് ഫ്രം ദ പാൻഡമിക് എന്ന് പറഞ്ഞ് ഓൺലി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇതിനെ നമുക്ക് മറ്റു രീതിയിൽ മാറ്റാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് നൺ ബട്ട് എന്നുള്ളത്, അല്ലേ? എന്നാൽ നമുക്കിതിനെ ഇവിടെ എങ്ങനെ മാറ്റാം? നത്തിങ് ബട്ട്. നൺ ഇവിടെ ഒരു വ്യക്തിയല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം? നത്തിങ് എന്ന് പറഞ്ഞ് മാറ്റാം. നത്തിങ് ബട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഓക്കെ, നേരത്തെ പഠിച്ച പോലെ നൺ ബട്ടും ഉണ്ട്, നത്തിങ് ബട്ടും ഉണ്ട്. ഈ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ മാറ്റാം? നത്തിങ് ബട്ട് എ ന്യൂ വാക്സിൻ ക്യാൻ സേവ് അസ് ഫ്രം ദ പാൻഡമിക്. അല്ലെ, ഒരു വാക്സിന് മാത്രമേ ഈ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലുള്ള മീനിങ് എന്ത് തന്നെയാണ്? നത്തിങ് ബട്ട് എ ന്യൂ വാക്സിൻ, ഒരു പുതിയ വാക്സിൻ അല്ലാതെ മറ്റൊന്നിനും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല, ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ്, അല്ലേ? നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളാണ്, ഒരേ അർത്ഥമാണ് രണ്ടിനും ഉള്ളത്. നത്തിങ് ബട്ട് എ ന്യൂ വാക്സിൻ ക്യാൻ സേവ് അസ് ഫ്രം ദ പാൻഡമിക്. നത്തിങ് ബട്ട് ഉപയോഗിക്കുന്നു, പ്ലസ് എ ന്യൂ വാക്സിൻ എന്ന സബ്ജക്റ്റ്, ക്യാൻ സേവ് എന്ന് പറയുന്ന വെർബ്. അപ്പോൾ ഇത്തരത്തിൽ ഓൺലി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് രീതിയെ നമുക്ക് രണ്ട് രീതിയിൽ മാറ്റാൻ പറ്റും. ഒന്നെങ്കിൽ നൺ ബട്ട്, ഒരു വ്യക്തിയൊക്കെയാണ് സബ്ജക്റ്റായിട്ട് പറയുന്നതെങ്കിൽ നൺ എന്നും, ഒരു വസ്തുവിനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നത്തിങ് ബട്ട് എന്ന പ്രയോഗം ഉപയോഗിക്കാം. നൺ ബട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ഓർ നത്തിങ് ബട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. അടുത്ത കേസ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് എലോൺ പ്ലസ് ഓക്സിലറി വെർബ്. സബ്ജക്റ്റും അതിനുശേഷം എലോൺ എന്ന പ്രയോഗവും പിന്നീട് ഒരു ഓക്സിലറിയും വരികയാണെങ്കിൽ എക്സാമ്പിൾ നോക്കാം. ഷീ എലോൺ വാസ് അലൈവ് ഇൻ ദ പ്ലേസ്. അവൾ മാത്രമേ അവിടെ താമസിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ ജീവിച്ചിരുന്നുള്ളൂ. ഷീ എലോൺ വാസ് അലൈവ് ഇൻ ദ പ്ലേസ്. അവിടെ അവൾ മാത്രമേ താമസിച്ചിരുന്നുള്ളൂ, അല്ലേ? ഷീ സബ്ജക്റ്റ്, എലോൺ എന്ന് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. പിന്നീട് ഓക്സിലറി വെർബായിട്ടുള്ള വാസ് കൃത്യമായിട്ട് വരുന്നു. ഷീ എലോൺ വാസ്. ഇത്തരത്തിൽ സബ്ജക്റ്റ് പ്ലസ് എലോൺ പ്ലസ് ഓക്സിലറി വെർബ് വന്നാൽ എങ്ങനെ മാറ്റാം? നൺ ബട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാം, ഇവിടെയും വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം. ഇത്തരത്തിൽ എലോൺ എന്ന പ്രയോഗം വന്നാലും നമുക്കെങ്ങനെ മാറ്റാം? നൺ ബട്ട് എന്ന പ്രയോഗം കൊണ്ട് മാറ്റാം. നൺ ബട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. നേരത്തെ പറഞ്ഞതിനെ നമ്മൾ അതേപോലെ തന്നെ ഇവിടെയും മാറ്റാം. എന്നാൽ നമ്മൾ ഇവിടുത്തെ സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ സെൻറ്റൻസിനകത്ത് ഓൺലി വെച്ച് തുടങ്ങുന്നതായിരുന്നു. ഇവിടെ സബ്ജക്റ്റിന് ശേഷം എലോൺ എന്ന് വന്നാലും നമുക്കിങ്ങനെ മാറ്റാം. നൺ ബട്ട് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. എങ്ങനെ മാറ്റാം? നൺ ബട്ട് ഷീ വാസ് അലൈവ് ഇൻ ദ പ്ലേസ്. നൺ ബട്ട് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നു. പിന്നീട് സബ്ജക്റ്റായ ഷീ അതുപോലെ എഴുതുന്നു, ഓക്സിലറി ആയ വാസും അതുപോലെ എഴുതുന്നു, ബാക്കി സെൻറ്റൻസും അതുപോലെ എഴുതുന്നു. അലൈവ് ഇൻ ദ പ്ലേസ്.
സോ ഷീ എലോൺ വാസ് അലൈവ് ഇൻ ദ പ്ലേസ് എന്നുള്ളതിനെ നൺ ബട്ട് ഷീ വാസ് അലൈവ് ഇൻ ദ പ്ലേസ്, അവളല്ലാതെ വേറെ ആരും അവിടെ താമസമില്ല, അല്ലേ? അവൾ ഒറ്റയ്ക്ക് അവിടെ താമസമുള്ളൂ എന്ന് പറഞ്ഞത് അവളല്ലാതെ വേറെ ആരും ഇല്ല എന്ന രീതിയിൽ നൺ എന്ന് പറഞ്ഞ് നെഗറ്റീവ് രീതിയിലാക്കി, അർത്ഥമൊന്നും മാറാതെ തന്നെ. അടുത്ത രീതിയെ നോക്കാം. നെക്സ്റ്റ് വൺ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓൺലി പ്ലസ് നമ്പർ ഓർ ഏജ്. അതായത് ഒരു സെൻറ്റൻസിനകത്ത് ഒരു സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വെർബ്, അതിനുശേഷം ഒള്ളി എന്ന പ്രയോഗം, അതിനുശേഷം ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു വയസ്സോ കാണിക്കുന്ന ഒരു സംഖ്യ. സോ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒള്ളി പ്ലസ് നമ്പർ ഓർ ഏജ് ആണെങ്കിൽ എങ്ങനെ മാറ്റാം? ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഓൺലി 25. സബ്ജക്റ്റാണ് ഐ, വെർബ് ആം ആണ്, ഒൺലി എന്ന പ്രയോഗമുണ്ട്, 25 എന്ന് പറഞ്ഞ നമ്പർ അല്ലെങ്കിൽ ഏജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം ഓൺലി 25, എനിക്ക് വെറും 25, അല്ലെ ഞാൻ വെറും 25കാരൻ എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ അർത്ഥം മാറാതെ നെഗറ്റീവ് ആക്കാം എന്ന് നോക്കാം. ഇങ്ങനെയാണ് മാറ്റുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നോട്ട് മോർ ഓർ ലെസ് ദാൻ, ഒന്നെങ്കിൽ നോട്ട് മോർ ദാൻ അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ, ഏതെങ്കിലും ഒരു പ്രയോഗം ഉപയോഗിക്കുക, പ്ലസ് നമ്പർ ഓർ ഏജ്, കാണിച്ചിരിക്കുന്ന സംഖ്യ. സബ്ജക്റ്റ് അതുപോലെ എഴുതുക, വെർബ് നെയിം അതുപോലെ എഴുതുക, പിന്നീട് നമ്മൾ നോട്ട് മോർ ദാൻ ഓർ നോട്ട് ലെസ് ദാൻ എന്ന പ്രയോഗം ഉപയോഗിക്കുക, പ്ലസ് നമ്പർ ഏജ് അതുപോലെ എഴുതുക. എങ്ങനെ മാറ്റാം? ഐ ആം ഓൺലി 25 എന്നുള്ളത് എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? ഐ ആം നോട്ട് മോർ ദാൻ 25 അല്ലെങ്കിൽ ഐ ആം നോട്ട് ലെസ് ദാൻ 25. എനിക്ക് 25 എന്നുള്ളതിന് നമ്മൾ എനിക്ക് 25 കൂടുതലില്ല, എനിക്ക് 25 കുറവില്ല, അല്ലേ? ഐ എം നോട്ട് കുറവല്ല, ഞാൻ 25 കുറവല്ല, ഞാൻ 25 കൂടുതലല്ല എന്ന് പറയുന്നത് 25 എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സോ നോട്ട് എന്ന് കൃത്യമായി ഉപയോഗിച്ചു. ഐ ആം നോട്ട് മോർ അല്ലെങ്കിൽ ലെസ് ദാൻ. നോട്ട് എന്ന് പറഞ്ഞിട്ട് മോറോ അല്ലെങ്കിൽ ലെസ്സോ ഉപയോഗിക്കുക, ദാൻ 25. അതായത് ഐ ആം നോട്ട് മോർ ദാൻ 25 എന്ന വാക്കിൻ്റെ അർത്ഥം, ആ സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഐ ആം ഓൺലി 25 എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഇത്തരത്തിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓൺലി പ്ലസ് നമ്പർ, ഇത്തരത്തിൽ ഐ ആം ഓൺലി 25 എന്നുള്ളതിനെ ഐ ആം നോട്ട് മോർ ദാൻ 25 അല്ലെങ്കിൽ ഐ ആം നോട്ട് ലെസ് ദാൻ 25 എന്ന് പറഞ്ഞ് നമുക്ക് നെഗറ്റീവ് ആക്കാം, അർത്ഥം മാറാതെ. അടുത്തത് നോക്കാം. ആൻഡ് അല്ലെങ്കിൽ ബോത്ത്. സെൻറ്റൻസിനകത്ത് നമ്മൾ ആൻഡ് എന്ന പ്രയോഗമോ അല്ലെങ്കിൽ രണ്ടു പേരും എന്ന അർത്ഥത്തിൽ ബോത്ത് എന്ന പ്രയോഗമോ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. എക്സാമ്പിൾ, ഹീ ലൈക്സ് ടീ ആൻഡ് കോഫി. അവന് ചായയും ഇഷ്ടമാണ്, കോഫിയും ഇഷ്ടമാണ്, അല്ലേ? ഹീ ലൈക്സ് ടീ ആൻഡ് കോഫി. സോ നമുക്കതിനെ എങ്ങനെയും എഴുതാം? ഹീ ലൈക്സ് ബോത്ത് ടീ ആൻഡ് കോഫി. രണ്ടും ഇഷ്ടം എന്ന അർത്ഥത്തിൽ നമുക്ക് രണ്ട് രീതിയിലും പറയാൻ പറ്റും, അല്ലേ? ബോത്ത് എന്ന് പറയാം, പറയാതിരിക്കാം. ഇത്തരം സെൻറ്റൻസുകളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം അർത്ഥം മാറാതെ? സിമ്പിളാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രയോഗമാണ് നോട്ട് ഓൺലി ബട്ട് ആൾസോ. നോട്ട് ഓൺലി ബട്ട് ആൾസോ ആണ് ഇത്തരത്തിൽ നെഗറ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവാണ്, അല്ലേ? പക്ഷേ അർത്ഥത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. എങ്ങനെയാണ് നോക്കാം. ഹീ ലൈക്സ് നോട്ട് ഓൺലി ടീ ബട്ട് ആൾസോ കോഫി. ഹീ ലൈക്സ് നോട്ട് ഓൺലി ടീ, ചായ മാത്രമല്ല അവനിഷ്ടം, ബട്ട് ആൾസോ കോഫി, കോഫിയും ഇഷ്ടമാണ്, അല്ലേ? രണ്ടും ഇഷ്ടമാണെന്നല്ലേ പറയുന്നത്, ചായ മാത്രമല്ല കോഫിയും. പക്ഷെ നോട്ട് എന്ന പ്രയോഗം വന്നതോടുകൂടി സെൻറ്റൻസിനൊരു നെഗറ്റീവ് ടച്ച് ഉണ്ട്, പക്ഷെ അർത്ഥത്തിൽ എന്താണ്? രണ്ടും ഇഷ്ടമാണെന്നാണ്. അവന് ചായ മാത്രമല്ല കാപ്പിയും ഇഷ്ടമാണ്. ഹീ ലൈക്സ് നോട്ട് ഓൺലി ടീ ബട്ട് ആൾസോ കോഫി. സോ ഇത്തരത്തിൽ ആൻഡ് വരുന്ന പ്രയോഗങ്ങൾ, രണ്ടും എന്ന് പറയുന്ന പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ ബോത്ത് ആൻഡ് എന്ന് പറയുന്ന പ്രയോഗങ്ങളെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന രീതിയിൽ മാറ്റി എഴുതാൻ സാധിക്കും. നെക്സ്റ്റ്, സംടൈംസ്. സെൻറ്റൻസിനകത്ത് സംടൈംസ് എന്ന പ്രയോഗം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് സംടൈംസ് സാഡ്. അവൾ ചിലപ്പോഴൊക്കെ സങ്കടത്തിലിരിക്കുന്നത് കാണാം, അല്ലേ? ഷീ ഈസ് സംടൈംസ് സാഡ്. ഇത്തരത്തിൽ സംടൈംസ് വന്നാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഓപ്പോസിറ്റാണ് മാറ്റേണ്ടത്. നോട്ട് ആൾവേസ്. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, അല്ലേ? നോട്ട് ആൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഇല്ല എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ എന്ന് തന്നെയാണ്, അല്ലേ? നോട്ട് ആൾവേസ്. എങ്ങനെ മാറ്റാം? ഷീ ഈസ് നോട്ട് ആൾവേസ് സാഡ്. അവൾ എപ്പോഴും സാഡല്ല, സങ്കടത്തിലല്ല. അവൾ ഇടയ്ക്കൊക്കെ സങ്കടത്തിൽ കാണാറുണ്ടെന്ന് പറഞ്ഞതും അവൾ എപ്പോഴും സങ്കടത്തിലല്ല എന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ്, അല്ലേ? പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, നെഗറ്റീവ് ടച്ചിലാണ് എഴുതിയിരിക്കുന്നത്. ഷീ ഈസ് നോട്ട് ആൾവേസ് സാഡ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു വളഞ്ഞു കെട്ടി കാര്യം പറയുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു കഥയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്തോ ഷീ ഈസ് നോട്ട് ആൾവേസ് സാഡ് എന്ന് പറയുന്നതിലൊന്നും തെറ്റില്ല. ഗ്രാമാറ്റിക്കലി അതൊരു മിസ്റ്റേക്ക് അല്ല, അല്ലേ?
പക്ഷേ എന്താണ് എൻ്റെ അർത്ഥം? ഷീ ഈസ് നോട്ട് ആൾവേസ് സാഡ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് സംടൈംസ് സാഡ് എന്ന് മാത്രമാണ്. എപ്പോഴും സങ്കടത്തിലൊന്നുമല്ല, ഇടയ്ക്കൊക്കെ സങ്കടത്തിലാണ്. സോ സംടൈംസ് എന്നുള്ള സെൻറ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ആൾവേസ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ഇനി അവസാനമായി ഒരു രീതി കൂടെ പഠിക്കാം. മെനി. മെനി എന്ന് പറഞ്ഞ പ്രയോഗം, ഒരുപാട് എന്ന് പറഞ്ഞ പ്രയോഗം വന്നാൽ എന്ത് ചെയ്യും? ഐ ഹാവ് മെനി ബുക്സ്. എനിക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്നാണ് സെൻറ്റൻസ് എങ്കിൽ എങ്ങനെ മാറ്റാം? നോട്ട് എ ഫ്യൂ. നോട്ട് എ ഫ്യൂ എന്ന് പറഞ്ഞ് കുറച്ചല്ല എന്നാണ് പ്രയോഗം, അല്ലേ? കുറച്ചല്ല. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം. നോട്ട് എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചല്ല എന്നർത്ഥം. ഐ ഹാവ് നോട്ട് എ ഫ്യൂ ബുക്സ്. എനിക്ക് കുറച്ച് പുസ്തകമൊന്നും അല്ല ഉള്ളത്, അല്ലേ? എന്താണ്? എനിക്ക് ഒരുപാട് പുസ്തകമുണ്ട്, എനിക്ക് കുറച്ച് പുസ്തകമൊന്നും അല്ല ഉള്ളത്. രണ്ടിനും ഒരേ അർത്ഥമല്ലേ? എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അവസാനത്തെ ഈ സെൻറ്റൻസോട് കൂടി നീ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പല രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമർ പഠിക്കുന്ന വിദ്യാർത്ഥി തീർച്ചയായിട്ടും സെൻറ്റൻസുകളെ എങ്ങനെ എഴുതിയാലും കാര്യം മനസ്സിലാക്കാൻ പ്രാപ്തമായിരിക്കണം. അതിനാലാണ് ഇത്തരത്തിൽ സെൻറ്റൻസുകളെ നെഗറ്റീവ് ആക്കുന്ന രീതികൾ പഠിക്കുന്നത്. പ്രത്യേകിച്ചും അർത്ഥത്തിലൊന്നൊരു മാറ്റവും വരാതെ തന്നെ സെൻറ്റൻസുകളെ നെഗറ്റീവ് ആക്കുന്ന രീതി. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഐ ഹാവ് മെനി ബുക്സ്. എനിക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്നാൽ നമ്മളതിനെ നെഗറ്റീവ് ആക്കുന്നത് ഐ ഹാവ് നോട്ട് എ ഫ്യൂ ബുക്സ്. എനിക്ക് കുറച്ച് പുസ്തകമൊന്നും അല്ല ഉള്ളത്. രണ്ടിനും ഒരേ അർത്ഥമാണ്, എന്നാൽ പറയുന്ന രീതിയും വ്യത്യസ്തമാണ്. ഈ രീതി നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് അർത്ഥം മനസ്സിലാക്കാവുന്ന ഏറ്റവും ആദ്യത്തെ രീതി. സോ മെനി എന്നുള്ള പ്രയോഗങ്ങളുള്ള സെൻറ്റൻസുകളെ നോട്ട് എ ഫ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെഗറ്റീവാക്കി മാറ്റാം, അർത്ഥമൊന്നും മാറാതെ തന്നെ. എന്തിനാണ് ഇത്തരത്തിൽ സെൻറ്റൻസുകളുടെ സ്ട്രക്ചറുകൾ പഠിച്ചതെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പല രീതിയിൽ എഴുതുന്ന സെൻറ്റൻസുകളെ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് മനസ്സിലാക്കുക, അതുപോലെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അഫർമേറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെ നെഗറ്റീവാക്കി മാറ്റാം, അതുപോലെ നമ്മളിപ്പോൾ പഠിച്ച നെഗറ്റീവ് രീതികളെ തിരിച്ചിങ്ങോട്ടും മാറ്റാൻ നമുക്ക് സാധിക്കണം. അതായത് നമ്മൾ അഫർമേറ്റീവ് സെൻറ്റൻസിലെ രീതി പഠിച്ച് അത് നെഗറ്റീവ് ആക്കുന്ന രീതിയാണ് പഠിച്ചതെങ്കിലും നെഗറ്റീവ് രീതികൾ വരുമ്പോൾ അതിനെ എങ്ങനെ അഫർമേറ്റീവ് പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. സോ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ എങ്ങനെ മാറ്റുന്ന കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.